പാലാരം പോലീസ്. നമസ്കാരം. ഇത് എൻ്റെ പേര് ശ്രീജയൻ എന്നാണ്. ആ ഇവിടെ ഒരു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. ഹലോ, ക്ലിയർ ആവുന്നില്ലോ. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 3 തവണ അവിടേക്ക് വാറണ്ട് കൊടുത്തിരുന്നു, പാലാരിവട്ടം സ്റ്റേഷനിലേക്ക്. എന്ത് ഇവിടുത്തെ പാലാവട്ടം സ്റ്റേഷൻ കേസാണോ? അതെ, പാലാരിവട്ടം സ്റ്റേഷനിലെ അതേ പരിധിയിലാണ് ഈ ശ്രീവിദ്യ മുള്ളച്ചേരി ഉള്ളത്. അപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആ ശ്രീവിദ്യ മുള്ളച്ചേരിനെ പാലാരിവട്ടം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട്. ഇത് ഏത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ്? ഇത് രജിസ്റ്റർ ചെയ്ത കേസല്ല, ഇത് കോടതിയുടെ ഉത്തരവാണ്. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവാണ്. ഇങ്ങോട്ട് വാറണ്ട് അയച്ചിട്ടുണ്ടെന്നാണോ? അതെ, വാറണ്ട് അവിടെ അയച്ചിട്ടുണ്ട്. 3 തവണ അവിടെ വന്നിട്ടുണ്ട് വാറണ്ട്. വിളിക്കുന്നത് കണ്ണൂരിന്നാണ്. കണ്ണൂർ. പേരെന്താ? ശ്രീജയൻ. ശ്രീജയൻ. അതെ അതെ. ഇത് ഉപഭോക്തൃ കോടതിയുടെ പേരിൽ വാറണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ, വന്നിട്ടുണ്ട് 3 തവണ. ഓഫീസിൽ ചോദിക്കട്ടോ. അല്ല, ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിച്ചപ്പോൾ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഞാൻ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്. സാർ പറയുമ്പോഴാണ് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഇവിടെ എന്താ സംഭവം അറിവ് വന്നിട്ടുണ്ടോ, അങ്ങനെ വാറണ്ട് വന്നിട്ടുണ്ടോ ചോദിക്കട്ടോ. അല്ല, ചോദിക്കട്ടെ അയച്ചാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കോ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കോ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിക്കട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ എന്നാല്. ഹലോ സാർ, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി പറഞ്ഞിട്ടുള്ളവർക്കെതിരെ വാറണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കാരം, പറയൂ. ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വിളിച്ചതാണ്. കുറച്ചും വിളിച്ചാണോ? കോഴിക്കോട്. അതെ അതെ അതെ. ഞാൻ നമ്മുടെ ഇവിടെ പ്രോസസ് നടത്തുന്ന സാറിന് നമ്പർ തരാം. തന്നോളൂ. അദ്ദേഹത്തിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വാറണ്ട് വന്നിട്ടുണ്ടല്ലെന്നൊക്കെ അദ്ദേഹത്തിനായിട്ട് അറിയാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, നമ്പർ പറഞ്ഞു. ഞാൻ പറയട്ടെ? പറഞ്ഞു. 80. ഇതൊക്കെ ഈ വാറണ്ട് പ്രോസസ് ഒക്കെ നടത്തുന്ന അദ്ദേഹമാണ്. ഓക്കെ, എന്നാ അവരെ വിളിക്കാം. ശരി, ഓക്കെ, താങ്ക് യു. സാറല്ലേ? ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു വാറണ്ട് കാസർഗോഡ്. അതെ അതെ അതെ. അത് ഞാനല്ലാതെ നോക്കാം. അത് ഇവിടെ നമ്മുടെ വേറൊരു സാറാണ് നോക്കുക, സൂപ്പർവൈസർ പോയിട്ട്. അപ്പൊ അത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് കൊടുത്തായിരുന്നു. അത് ഇവിടത്തെ സ്ഥാപനത്തിൽ വരുന്നില്ല. അവര് പണ്ടെങ്ങാണ്ട് വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്റ്റേഷൻ പരിധിയിൽ അവരോ ഇല്ല. ഉണ്ട്, ആ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് ഉള്ളത്. എവിടെ? അമൃത ടിവിയുടെ സ്റ്റുഡിയോയില്. സ്റ്റുഡിയോ നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ്, പക്ഷെ അവരിവിടെ ഇല്ലല്ലോ. അവരവിടെ തന്നെയാണ് ഉള്ളത്. അവര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അഡ്രസ് ആണ് അത്. അല്ലല്ല, നമ്മള് പോയി അന്വേഷിച്ചില്ല. അവരവിടെ സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യുന്നില്ല. അവരുടെ ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയോ ഒന്ന് അഭിനയിച്ചിട്ടാണ് ഇങ്ങോട്ടേക്കണെന്നാണ് അത് പറയാം. ഇത് മനസ്സിലായില്ല. അവരെവിടെയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം ഇവിടെ അത് ഇത് ചെയ്യണമെന്നാ പറഞ്ഞത്. അല്ല, അത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പാലാരിവട്ടത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങള് വാട്സാപ്പിൽ പറയണത്. ഞാൻ ആ സുമേഷ് സാറിന്റെ നമ്പർ തരാം. കാരണം പുള്ളിയാണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വിട്ടേക്കണത്. ഞാൻ നമ്പർ അയച്ചില്ല. പറഞ്ഞാൽ മതി. പുള്ളിയാണ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തേക്കണത്. പുള്ളിയാണ് അന്വേഷിച്ചത്. എന്നാ അവർ വിളിക്കാം. ഹലോ, ഇത് സുമേഷ് സാറല്ലേ പാലാരിവട്ടത്ത്? അതെ. ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി പറഞ്ഞവരുടെ ഒരു വാറണ്ട് 3 പ്രാവശ്യമായിട്ട് അവിടെ വന്നിരുന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്. അപ്പൊ അത് ഇതുവരെയായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കാസർഗോഡ് കമ്മീഷനിൽ ഹാജരാക്കി. ശ്രീജയൻ ആണ്. അപ്പൊ ഇത് ഇതുവരെയായിട്ട് അങ്ങനെ വാറണ്ട് നടപ്പിലാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അല്ല, 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം അല്ല, 3 പ്രാവശ്യം അവിടെ വാറണ്ട് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എന്റെ അല്ല, 3 പേരെ നോക്കുന്നുണ്ടെങ്കിൽ വേറൊരു സാറാണ് സാറിന്റെ നമ്പർ വന്നത്.
അപ്പോ ഇത് എന്തായിരുന്നു, അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. അത് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ റിപ്പോർട്ട് എന്തായിരുന്നു കൊടുത്തത്? അവിടെ ഉണ്ടല്ലോ ഞാൻ പറയാം കേട്ടോ, ഞാൻ ലിസ്റ്റ് വന്ന്. ഹലോ സാറേ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയ് എന്നാണ് പേര്. രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയ് എന്നാണ് പേര്. ഒരു വാറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അത് ഒരു 3 തവണ അവിടെ വാറണ്ട് അയച്ചിട്ടും ശ്രീവിദ്യ മുല്ലശ്ശേരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ശ്രീജയാണേ ഒരു പ്രാവശ്യം വാറണ്ട് ചെയ്യാൻ കണ്ടിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അല്ലെങ്കിൽ അഡ്രസ് ഉണ്ടായിരുന്ന അമൃതയുടെ അഡ്രസ് അല്ലേ? അതെ അതെ. ഓക്കെ. ഒരു തവണ വാറണ്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നിയത് അമൃത ചാനലിന്റെ അന്വേഷിച്ച് അവിടെ അന്വേഷിച്ച. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഷൂട്ടിങ് വരാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അവിടെ ഇല്ല. അല്ല, അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിലെ സമയത്ത് അവിടെ പോയാൽ ആളുണ്ടാവുമല്ലോ. അതിപ്പോ അവർക്ക് അതൊരു സ്ഥാപനമാണല്ലോ. അവിടെ അത് അവർ താമസിക്കുന്ന അഡ്രസ്സും അതൊന്നും അത് അവർ താമസിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ അവരുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സാണോ? അതെ, ആ സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാലോ അങ്ങനെയാകുമ്പോ. അത് ഞങ്ങൾ ചെന്നിരുന്നു അവിടെ. സുഹൃത്തെ, ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇല്ല. അവര് ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഷൂട്ടിങ് ഇപ്പോ ഉള്ള സമയത്ത് വരും. ചെന്നൈയിലേക്ക് വേറെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നമുക്കറിയാൻ കഴിഞ്ഞു. നമ്മൾ റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നു കേട്ടോ. അല്ല, ചെന്നൈയിലല്ല. അവരാ ഷൂട്ടിംഗ് ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം ഷൂട്ടിങ്ങുള്ള ഇതാണ്, പ്രോഗ്രാമാണ് കോമഡി മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് അവർ വരുന്നത്. ആണോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം പല ആളുകളും ചോദിക്കുന്നത് സാധാരണക്കാർക്ക് ഒരു നിയമവും സെലിബ്രിറ്റീസിന് മറ്റൊരു നിയമവും ആണോ എന്നാണ്. അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും പോലീസുകാർ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. വാറന്റ് ഉണ്ടെന്ന് പോലീസുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. 3 വാറന്റിന് പകരം 1 മാത്രമാണ് ഇപ്പോൾ സംസാരിച്ച പോലീസുകാരന്റെ കയ്യിലുള്ളത് എന്നാണ് ഈ വോയിസ് ക്ലിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഈ വോയിസ് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. ഇതിൽ നിന്ന് എല്ലാവരും ഒരു പാഠം പഠിക്കണം. പ്രമോഷൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അന്വേഷിച്ചതിന് ശേഷം മാത്രം പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ കാശിനു വേണ്ടി പ്രമോഷൻ ചെയ്ത് ലാസ്റ്റ് ഇതുപോലെ അറസ്റ്റ് വാറണ്ട് എല്ലാം വാങ്ങിവെക്കേണ്ട ഗതികേട് വരും. ശ്രീവിദ്യ പെട്ടതായിരിക്കുവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ശ്രീവിദ്യയുടെ വേർഷൻ എന്താണെന്ന് ഇനി നമുക്ക് വഴിയെ കണ്ടറിയാം.